സ്വർണത്തിൽ പൊതിഞ്ഞ തട്ടിപ്പ് കഥയാണ് തലസ്ഥാനത്ത് നിന്നും ഇന്ന് പുറത്തു വന്നത്. സ്വർണത്തെ വെല്ലുന്ന മുക്കുപണ്ടം പണയം വെച്ച് കോടികൾ തട്ടുന്ന സംഘം പിടിയിലായിരിക്കുകയാണ്. സംസ്ഥാന വ്യാപക തട്ടിപ്പ് സംഘത്തിന്റെ തലവൻ ഉൾപ്പെടെ 5 പേരെയാണ് പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിലൂടെ മുഖ്യപ്രതി സമ്പാദിച്ചത് കോടികളാണ്. വൻ ജ്വല്ലറികൾ പോലും സംഘത്തിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വാതന്ത്ര്യദിന തലേന്ന് പേരൂർക്കട പോലീസിനൊരു പരാതി ലഭിച്ചു. പരാതിയിന്മേൽ വിശദമായ അന്വേഷണവും നടത്തുന്നു. അന്വേഷണത്തിൽ ഓരോരുത്തരായി പിടിയിലായെങ്കിലും ലൂപ്പ് അവസാനിക്കുന്നില്ല. ഒടുവിൽ പോലീസ് സംഘം അന്വേഷിച്ചെത്തിയത് ഒരു വൻ റാക്കറ്റിന്റെ കേന്ദ്രത്തിലേക്ക്. സിനിമാ കഥയെ വെല്ലുന്ന ഒരു 30കാരന്റെ കോടികളുടെ തട്ടിപ്പിന്റെ കഥയാണ് ഇവിടെ ചുരുളഴിഞ്ഞത്. ഓഗസ്റ്റ് 14-ന് പേരൂർക്കട പോലീസിന് ഒരു പരാതി ലഭിക്കുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2 പേർ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടി എന്നായിരുന്നു പരാതി. മണിക്കൂറുകൾക്കകം സ്വർണം പണയം വെച്ചവരെ പോലീസ് കണ്ടെത്തുന്നു. വഴയില സ്വദേശി പ്രതീഷ് കുമാർ, ജിത്തു എന്നിവരെയാണ് പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതോടെ പത്തനംതിട്ട സ്വദേശികളായ 2 പേരുടെ സാന്നിധ്യം പോലീസിന് മനസ്സിലായി. പേരൂർക്കട പോലീസ് സംഘം പത്തനംതിട്ടയിലെത്തി സ്മിജു, സണ്ണി എന്നിവരെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്തെത്തിച്ചു. ആദ്യം പിടിയിലായവർക്ക് വ്യാജ മുക്കുപണ്ടം നൽകിയത് ഇവരാണ്. 4 പേരെയും ചോദ്യം ചെയ്തതോടെയാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സംസ്ഥാന വ്യാപക മുക്കുപണ്ട തട്ടിപ്പ് റാക്കറ്റിന്റെ കണ്ണികളാണ് ഈ 4 പേരും. 4 പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ഒരു പേര് കൂടി ലഭിക്കുന്നു. കൊല്ലംകാരനായ അഖിൽ ക്ലീറ്റസ്, അതായത് ഈ റാക്കറ്റിന്റെ തലവൻ. കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് കച്ചവടം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് അഖിൽ. കാപ്പ ചുമത്തിയിട്ടുള്ളതിനാൽ അഖിലിന് കൊല്ലത്ത് കഴിയാനാകില്ല. തൃശൂർ ചാലക്കുടി കേന്ദ്രീകരിച്ചായിരുന്നു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഉരച്ചു നോക്കിയാൽ പോലും അറിയാത്ത 916 ഹോൾമാർക്കുള്ള മുക്കുപണ്ടങ്ങളാണ് അഖിലിന്റെ സംഘം നിർമ്മിച്ചിരുന്നത്. ഇതിനായി അത്യാധുനിക സംവിധാനങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും വൻകിട ജ്വല്ലറികളും അഖിലിന്റെ ഇരയായിട്ടുണ്ട്. കോടികളാണ് ഇതുവഴി അഖിൽ സമ്പാദിച്ചതെന്ന് പോലീസ് പറയുന്നു. ഈ തുക കൊണ്ട് വയനാട്ടിലും വാഗമണ്ണിലും റിസോർട്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. റാക്കറ്റിലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പേരൂർക്കട പോലീസ്. വ്യാജ ആഭരണങ്ങൾ ഹോൾമാർക്ക് ചെയ്യാൻ കോടികൾ വില വരുന്ന യന്ത്രം വാങ്ങാൻ വരെ അഖിൽ തയ്യാറായത്രേ. അഖിൽ നൽകിയ സ്വർണം ഒറിജിനലാണെന്ന് കരുതി ജ്വല്ലറി ഉടമകൾ വിൽപ്പന നടത്തിയെന്നും വിവരമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.